ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. യെസ് മക്കളെ, നമ്മുടെ വിവേചനത്തിനെതിരെ എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ അറിയേണ്ട ഒന്നാണ് നമ്മുടെ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്ക അല്ലെ സൗത്ത് ആഫ്രിക്കയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു, എപ്പോഴായിരുന്നു, അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാലോ. യെസ്, നമ്മുടെ മഹാത്മാഗാന്ധി 1893 മക്കളെ, 1893 അല്ലെ. 1893 സൗത്ത് ആഫ്രിക്കയിലേക്ക് എത്തുന്നത്. ദക്ഷിണാഫ്രിക്കയിലേക്ക് ഗാന്ധിജി എത്തുന്നത് 1893 ഓക്കെ. അന്ന് എന്തായിരുന്നു, അന്ന് എന്തിന്റെ കാലഘട്ടമായിരുന്നു എന്നറിയോ? അന്ന് മക്കളെ, അന്ന് വർണ്ണവിവേചനത്തിന്റെ, അതായത് അപ്രഖ്യാപിത വർണ്ണവിവേചനത്തിന്റെ കാലമായിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അന്ന് എന്തായിരുന്നു? യെസ്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെ, റേഷ്യൽ ഡിസ്ക്രിമിനേഷന്റെ കാലഘട്ടമായിരുന്നു ഗാന്ധിജി വരുന്ന ആ ഒരു 1893. ഓക്കെ. അപ്പൊ അദ്ദേഹം നോക്കിക്കോ, അദ്ദേഹത്തിന്റെ ഒരു പത്രം ഉണ്ടായിരുന്നു. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ കൊളോണിയൻ ഭരണകൂടം, അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഭരണകൂടല്ലേ, അവര് നമ്മുടെ ആഫ്രിക്കക്കാരോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ കുറിച്ച് ഇപ്രകാരം എഴുതി. എന്താ എഴുതിയെന്നറിയോ? അതായത് ഗാന്ധിജി അദ്ദേഹത്തിന് ദക്ഷിണാഫ്രിക്കയിൽ എന്താണ് ഒരു പത്രം ഉണ്ടായിരുന്നു, അതായത് ഒപ്പീനിയൻ അല്ലെ, അതായത് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ദ ഇന്ത്യൻ ഒപ്പീനിയൻ ദ ഡെയിലി സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി ഇൻ ആഫ്രിക്ക. He write about the discrimination of the colonial administration അല്ലെ. എന്താണ് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ആഫ്രിക്കക്കാരോട് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷനെതിരെ എന്താണ് അദ്ദേഹത്തിന്റെ പത്രമായിരുന്ന ഇന്ത്യൻ ഒപ്പീനിയനിൽ എഴുതിയത് ഇപ്രകാരമായിരുന്നു. എന്താ എഴുതിയെന്നറിയോ? ആഫ്രിക്കക്കാർ മാത്രമാണ്, അതായത് ആഫ്രിക്കൻ ഭൂമിയില് ആഫ്രിക്കക്കാർ മാത്രമാണ് ആദിമ നിവാസികൾ അല്ലെ. എന്താണ് പറയുന്നത്? യെസ്, ആഫ്രിക്കൻസ് അലോങ് ആർ ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് ദിസ് ലാൻഡ്. അതായത് ആഫ്രിക്കയുടെ മണ്ണിലുള്ള യഥാർത്ഥ ആദിമ നിവാസികൾ എന്ന് പറയുന്നത് ആഫ്രിക്കക്കാര് മാത്രമാണ്. ഈ ബ്രിട്ടീഷുകാർ എങ്ങനെയാ വന്നത്? ദ വൈറ്റ്സ് അല്ലെ, വെള്ളക്കാരെങ്ങനെയാ വന്നത്? വൈറ്റ്സ് ഹാവ് ഓക്യുപൈഡ് ദ കൺട്രി forcefully and appropriated into the themselves. അതായത് എന്താണ്? വെള്ളക്കാരാവട്ടെ ആ ഭൂമി ബലപ്രയോഗത്തോടെ പിടിച്ചു വാങ്ങിയതാ, അല്ലെങ്കിലോ കൈവശപ്പെടുത്തിയതോ ആണല്ലേ, തങ്ങളുടെ അധീനതയിലാക്കിയതാണ് അവരല്ലേ. അതായത് നമ്മുടെ ബ്ലാക്സ് അല്ല, നമ്മുടെ കറുത്ത വർഗ്ഗക്കാരായ ആഫ്രിക്കക്കാരാണെന്ന് ശരിക്കും ആ ഭൂമിയിലെ ആദിമ നിവാസികൾ. വെള്ളക്കാരെന്താ ചെയ്തത്? പിടിച്ചെടുത്ത് അവരുടെ അധീനതയിലാക്കുകയാണ് ചെയ്തത് അല്ലെ. ഗാന്ധിജി അദ്ദേഹത്തിന്റെ പത്രമായിരുന്ന ഇന്ത്യൻ ഒപ്പീനിയനിൽ എഴുതിയതാ. യെസ്, എന്തിനെ കുറിച്ച്? വെള്ളക്കാരെന്താണ്? യെസ്, നമ്മുടെ ബ്രിട്ടീഷ് ഭരണകൂടം ആർക്കെതിരെ? നമ്മുടെ ആഫ്രിക്കക്കാർക്ക് നേരെയുള്ള വിവേചനത്തിനെതിരെ എഴുതിയിട്ടുള്ള വാക്കുകളാണ് ഇപ്പൊ പറഞ്ഞല്ലേ. ആഫ്രിക്കക്കാര് മാത്രമാണ് എന്ത്? അവിടുത്തെ ആദിമ നിവാസികൾ. മറ്റവരെന്താ? വെള്ളക്കാരെന്താ ചെയ്തതാ? യെസ്, പിടിച്ചെടുത്തതാണല്ലേ. അവിടെ ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തി തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ പത്രത്തിൽ കുറിക്കുകയുണ്ടായി. ഓക്കെ. ഇതെന്ന് നോക്കിക്കോ മക്കളെ, സത്യാഗ്രഹം, നിസ്സഹകരണം. അതായത് എന്താണ്? അദ്ദേഹത്തിന്റെ സത്യാഗ്രഹവും നോൺ കോപ്പറേഷനും സിവിൽ ഡിസൊബീഡിയൻസ് ഒക്കെ എന്താണ്? യെസ്, ഇവിടെയായിരുന്നു അത്. ഈ ഒരു സമര രീതികളൊക്കെ അദ്ദേഹം പ്രയോഗിച്ചത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ്, സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ്. ഓക്കെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് ആഫ്രിക്ക അറിയപ്പെടുന്നത് കേട്ടോ. അതായത് സൗത്ത് ആഫ്രിക്ക ഇസ് നോൺ ആസ് ഗാന്ധിജീസ് പൊളിറ്റിക്കൽ ലബോറട്ടറി. അദ്ദേഹത്തിന്റെ പരീക്ഷണശാല എന്നാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്ക അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് 1893 അദ്ദേഹം വന്നത്. അദ്ദേഹം എന്താണ്? യെസ്, ആഫ്രിക്കക്കാരോട് വെള്ളക്കാര് കാണിക്കുന്ന ക്രൂരതകൾക്കെതിരെ അദ്ദേഹത്തിന്റെ പത്രത്തിൽ, അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ഒപ്പീനിയനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എന്താണ്? രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് ആഫ്രിക്ക അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും.